കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സമസ്ത, ആ സമസ്തയിൽ രൂപം കൊണ്ട തർക്കം ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. കുറച്ചു നാളുകളായി കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് സമസ്തയിലെ തർക്കം. കാരണം അത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോൾ UDF-മായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കാണ് സമസ്ത എന്ന് വെച്ചാൽ UDF-ൻ്റെയും വോട്ട് ബാങ്കാണ്. ആ സമസ്തയിലാണ് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നതിനും എതിർക്കുന്നതിനും തമ്മിലുള്ള ഒരു തർക്കം രൂപപ്പെട്ടത്. ആ ഭിന്നത പരിഹരിക്കാൻ പലവിധ ശ്രമങ്ങളും നടന്നു, എങ്കിലും ഒന്നും എവിടെയും എത്തിയില്ല. ഏറ്റവും ഒടുവിൽ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമുണ്ട്. ആ തർക്കം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് സുപ്രഭാതത്തിൻ്റെ ചീഫ് എഡിറ്ററായ ബഹാവുദ്ദീൻ മുഹമ്മദ് നവ്വി ആ പദവി രാജിവെക്കുന്ന അവസ്ഥയിലേക്കാണ്. അദ്ദേഹം പദവി ഒഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതിനുള്ള എല്ലാ സൂചനകളും അദ്ദേഹം നൽകിക്കഴിഞ്ഞു. മാധ്യമങ്ങളും അതുതന്നെയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബഹാവുദ്ദീൻ മുഹമ്മദ് നവ്വി രാജിവെക്കുന്നത്? അദ്ദേഹം രാജിവെക്കാൻ പ്രധാനപ്പെട്ട കാരണം ഗൾഫ് എഡിഷനുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം. ആ തർക്കത്തിൽ ഒരു കക്ഷി ചേർന്ന് ഒരു ഭാഗത്ത് നിന്ന് സമസ്തയ്ക്ക് എതിരെ നിലകൊണ്ട ആളാണ് ബഹാവുദ്ദീൻ മുഹമ്മദ് നവ്വി. അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്. ആ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, സമസ്തയുടെ നേതൃത്വത്തിനെതിരെയും സുപ്രഭാതത്തിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ബഹാവുദ്ദീൻ മുഹമ്മദ് നവ്വി. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ മതനിഷേധികൾക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ച സംഘടനയാണ് സമസ്ത. അടുത്ത കാലത്തായി അതിന് മാറ്റങ്ങൾ വന്നു. സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങ് അതിന് തെളിവാണ്. ഇതൊക്കെയാണ് ആരോപണങ്ങൾ. സുപ്രഭാതത്തിന് മാർഗഭ്രംശം സംഭവിച്ചു, അതാണ് പ്രധാനപ്പെട്ട ആരോപണം. സുപ്രഭാതത്തിന് മാർഗഭ്രംശം സംഭവിച്ചു. അതുകൊണ്ടാണ് ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത്. സുപ്രഭാതത്തിനകത്ത് കുറച്ചു കാലമായി പ്രഖ്യാപിത രീതിയിൽ നിന്നും ചെറിയ രീതിയിൽ മാർഗഭ്രംശം സംഭവിച്ചിട്ടുണ്ട്. അത് ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. വ്യക്തത വരുത്തിയ ശേഷം സഹകരിക്കാമെന്ന നിലപാടിലാണ് മനഃപൂർവ്വം മാറി നിന്നതാണ്. മുസ്ലിം ലീഗ് നേതാക്കൾ ചടങ്ങിൽ നിന്നും പങ്കെടുക്കാത്തതിന് കാരണം അറിയില്ല. ജിഫ്രി തങ്ങൾ അടക്കം പങ്കെടുത്തവർ നിലവിലെ നിലപാടുമായി യോജിച്ചു വരുന്നവരായിരിക്കാം. സമസ്തയിലെ പൂർവികരുടെ നിലപാടുകൾ മറക്കരുത്. വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾക്കോ താല്പര്യങ്ങൾക്കോ സമസ്തയിൽ പ്രസക്തിയില്ല. സംസ്ഥാന നേതൃത്വം മാറേണ്ട, നയങ്ങൾ മാറ്റിയാൽ മതി. പരസ്പരം സമരസപ്പെട്ടായിരുന്നു മുസ്ലിം ലീഗും സമസ്തയും മുന്നോട്ട് പോയത് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മുഹമ്മദ് ബഹാവുദ്ദീൻ നവ്വി. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ പിറ്റേ ദിവസം തന്നെ സുപ്രഭാതം തള്ളിക്കളഞ്ഞിരുന്നു. സംസ്ഥാന നേതൃത്വവും തള്ളിക്കളഞ്ഞിരുന്നു. സംസ്ഥാന നേതൃത്വം ബഹാവുദ്ദീൻ മുഹമ്മദ് നവ്വിക്ക് കാരണം കാണിക്കൽ നോട്ടീസും കൊടുത്തു. കഴിഞ്ഞ ദിവസമാണ് കാരണം കാണിക്കൽ നോട്ടീസ് മറുപടി കൊടുത്തത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ പറഞ്ഞ നിലപാടിൽ നിന്ന് ഒരു കണിക പോലും മാറ്റം വരുത്തുന്നില്ല. അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, അത് ചർച്ച ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് വിശദമായി ഒരു മറുപടി മുഷാവറ യോഗത്തിൽ, അടുത്ത മുഷാവറയിൽ പറയാം. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഉന്നയിച്ച ഈ ആരോപണങ്ങൾ, സുപ്രഭാതത്തിന് മാർഗഭ്രംശം സംഭവിച്ചിരിക്കുന്നു, സമസ്ത നേതൃത്വത്തിന് ആദർശ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മുസ്ലിം ലീഗിനോടൊപ്പം സമസ്ത നിൽക്കണം എന്ന് വാദിക്കുന്ന ആളാണ്. മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കണം എന്ന് പറയുകയും CPM വിരുദ്ധ നിലപാട് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ആളാണ് ബഹാവുദ്ദീൻ മുഹമ്മദ് നവ്വി. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുസ്ലിം ലീഗിനോടൊപ്പമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗും സമസ്തയും ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിച്ച സംഘടനകളാണ്. അത് അതുപോലെ പോകണം. ഈ മതനിഷേധികൾക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് സമസ്ത. അവരുമായി ഇപ്പോൾ യോജിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിരീശ്വരവാദികൾക്ക് തക്ബീർ മുഴക്കി സ്വീകരണം നൽകുന്ന അവസ്ഥ വരെ സമസ്തയിൽ ഉണ്ടായി എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടാണ് ഇപ്പോഴും ബഹാവുദ്ദീൻ മുഹമ്മദ് നവ്വി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമസ്തയിൽ മുഷാവറ അംഗമായി തുടരാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിനേക്കാളും ഉപരിയായി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്ററായി നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഏതായാലും അടുത്ത മുഷാവറ യോഗത്തിന് ശേഷമായിരിക്കും എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമോ വേണ്ടയോ എന്നൊക്കെ സമസ്ത തീരുമാനിക്കുക. നടപടി ഉണ്ടാകുമെന്ന സൂചനകളാണ് നൽകുന്നത്. അദ്ദേഹം ഒന്നുകിൽ സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനം ഒഴിയും. സുപ്രഭാതത്തിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ചീഫ് എഡിറ്ററോട് ചോദിച്ചിട്ടല്ല. ചീഫ് എഡിറ്ററുടെ ലേഖനം പോലും പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് താൻ അവിടെ ഒരു റബ്ബർ സ്റ്റാമ്പായി ഇരിക്കാൻ താല്പര്യമില്ല എന്ന സന്ദേശം അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളുമായി പങ്കുവച്ചിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉറപ്പിച്ച് പറയാം, സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് ബഹാവുദ്ദീൻ മുഹമ്മദ് നവ്വി രാജിവെക്കാൻ സാധ്യത. അദ്ദേഹത്തെ പുറത്താക്കുമോ ഇല്ലയോ എന്നൊക്കെ സംസ്ഥാന തീരുമാനിക്കേണ്ടത്. പക്ഷേ അദ്ദേഹം ഇനി മുതൽ ആ സ്ഥാനത്തുണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കാരണം സുപ്രഭാതത്തിന്റെ നിലപാട് സമസ്തയുടെ നിലപാടുമായി യോജിച്ചു പോകുന്നതല്ല. സമസ്ത ഇത്രയും കാലം പിന്തുടർന്ന നിലപാടല്ല ഇപ്പോൾ സമസ്ത പിന്തുടരുന്നത്. അതുകൊണ്ട് സമസ്തയോടൊപ്പം
മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, അത് സമസ്ത തീരുമാനിക്കേണ്ടതാണ്. എന്നാൽ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ചുമതല അദ്ദേഹം ഒഴിയാനാണ് സാധ്യത എന്ന വിവരം പുറത്തു വരുന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളുമായി ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്.